നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വർഷത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ വിഷുഫലം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മീനശനി മിഥുന വ്യാഴം 1201 ആണ്ട് മേടമാസം 1 തീയതി ഉദയാദി 5:47 വിനാഴികയ്ക്ക് ചതയം നക്ഷത്രവും കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയും പന്നിക്കരണവും ശുഭ്രനാമ നിത്യചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം കുംഭക്കൂറിൽ ഇടവലഗ്നത്തിൽ ജലഭൂതോദയത്തിലാണ് ഈ വർഷത്തെ വിഷു സംക്രമം വരുന്നത്. ഈ വിഷു സംക്രമത്തിന് ശേഷം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അടുത്ത വർഷം മാർച്ച് വരെയുള്ള കാലയളവിനുള്ളിൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗം കാണുന്നുണ്ട്. കാരണം വിഷുഫലപ്രകാരം ശൂലഷൽക്കങ്ങളിൽ അന്ത്യഷൽക്കമാണ്. അപ്പോൾ അന്ത്യഷൽക്കം വന്നു കഴിഞ്ഞാൽ രാജകൃപയുണ്ടാകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നൊക്കെയുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാകുക. അപ്പോൾ അതേപോലെ തന്നെ ലോണ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയാൽ തടസ്സങ്ങളില്ലാതെ വേഗം കാര്യങ്ങൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ പെട്ടെന്നായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജനങ്ങളുടെ ബഹുമാനം ആർജിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി പഥത്തിൽ എത്തിച്ചേരാനായിട്ട് യോഗമുണ്ട്. മറ്റുള്ളവരെ ബഹുമാനം കിട്ടുക, മറ്റുള്ളവരെ അംഗീകാരം കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അപ്പോൾ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ ഈ വർഷത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. ചാരവശാലാണെങ്കിലും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഈ ജൂൺ മാസത്തിൽ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നുണ്ട്. അപ്പം ഭാഗ്യസ്ഥാനത്തേക്ക് മാറിക്കഴിയുമ്പം ഭാഗ്യം വർദ്ധിക്കും. 9-ൽ നിൽക്കുന്ന വ്യാഴം എല്ലാ തടസ്സങ്ങളെയും മാറ്റി ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കി തരും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള നേട്ടങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആയവ്യയം ചിന്തിക്കുന്ന സമയത്ത് വരുമാനം എത്രയാണോ അത്രയും തന്നെ ചിലവാകും. എന്ന് വെച്ചാൽ ചിലവ് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. വരവിൽ കൂടുതൽ ചിലവ് വരുമ്പോഴാണ് നമുക്കത് ബാധ്യതകളായിട്ട് വരുന്നത്. ഇത് ആ ഒരു രീതിയിലുള്ള വിഷയം കാണുന്നില്ല. എത്ര ചിലവുണ്ടെങ്കിലും അതിന് തക്കതായിരിക്കുന്ന വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ്. മാനസികമായ നല്ല സന്തോഷം അനുഭവിക്കാനായിട്ടും നല്ല ദാമ്പത്യ സുഖം അനുഭവിക്കാനും ഈ വർഷത്തിൽ യോഗമുണ്ട് എന്നാണ് കാണുന്നത്. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ടും അതോടുകൂടി മറ്റുള്ളവരുടെ ശ്രദ്ധ നേടിയെടുക്കാനും സാധിക്കുന്ന ഒരു വർഷമാണ്. വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ തറവാട് സ്വത്ത് സംബന്ധമായിട്ടുള്ള കാര്യത്തിലൊക്കെ കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മക്കളെ പ്രതി പുത്ര സംബന്ധമായിരിക്കുന്ന വിഷയത്തിൽ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സഹോദരിമാരോ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കാൻ ഇടവരാൻ സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.